ജില്ലാ ഭരണാധികാരികളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ ഏകോപന ചുമതല നടത്താനായി ഉപയോഗിച്ചിരിക്കുന്നത്. കർണാടക ജില്ലയിലല്ല, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ഇപ്പോൾ അന്തരീക്ഷം വീണ്ടും ഇരുണ്ടു വരുന്നു എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അതിതീവ്ര മഴയ്ക്കുള്ള കാലാവസ്ഥാ പ്രവചനമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഈ ഗംഗാവാലി എന്ന് പറയുന്ന നദി, ആ നദിയിലെ മറുഭാഗത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത്. അതിനക്കരെയുള്ളൊരു ഭാഗമുണ്ട്, അവിടെയും മണ്ണിടിഞ്ഞ് കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വളരെ വേദനിപ്പിക്കുന്നത്, ഇനി ഒരു കടുത്ത മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഒരുപക്ഷെ തടസ്സം നേരിട്ടേക്കാമെന്നുള്ളതാണ്. ഐ തിങ്ക് ഇഫ് ഇറ്റ് റെയിൻസ് ഇറ്റ് വിൽ ബി സ്റ്റോപ്ഡ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതാണ് എല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുന്നതാണ്. നിലവിൽ മഴ പെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിലാണ് ഒരു ആശങ്ക. ഇപ്പോൾ വീണ്ടും മാനം ഇരുളുന്നു എന്നുള്ളത് പ്രതീക്ഷയുടെ മേൽ ചെറിയൊരു മങ്ങലുണ്ടാക്കുന്നു. എങ്കിലും എല്ലാ കണ്ണുകളും ആ ഹിറ്റാച്ചി മെഷീനിലാണ്. ആ ഹിറ്റാച്ചി മെഷീൻ മണ്ണിനിടയിലൂടെ ആ ലോറിയുടെ ഭാഗം സ്പർശിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു ജീവൻ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഷിരൂരിൽ നിന്ന് റിപ്പോർട്ടറിൻ്റെ 4 ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ മലയാളിയുടെ ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിന് ഒടുവിൽ വളരെ വിജയകരമായൊരു അവസാനമുണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വീണ്ടും മാനമിരുളുന്ന കാഴ്ച. അന്തരീക്ഷം ഇരുളുന്നു, കാർമേഘമുണ്ടാവുന്നു. അല്പം തെളിഞ്ഞു നിന്ന അന്തരീക്ഷമാണ്. രാവിലെ 6:15 മഴ തോന്നുന്നത്. ഏകദേശം 3 മണിക്കൂർ നേരം മഴ പൂർണ്ണമായും വിട്ടുനിന്ന അന്തരീക്ഷമാണ്. മാനം തെളിഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മഴ ഏതെങ്കിലും തരത്തിൽ അതിതീവ്രമായ മഴ പെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നീർച്ചാലൊഴുകുന്ന ഈ മണ്ണിൻ്റെ കൂന ഏതെങ്കിലും ഒരു ഭാഗത്ത് നടന്നു വീഴുകയാണെങ്കിൽ വീണ്ടും അത്രയും മണ്ണ് കൂടി നീക്കം ചെയ്യണമെന്ന് മാത്രമല്ല, ആ ഭാഗത്തു നിന്നും ഉരുണ്ടുവരുന്ന കല്ലുകളും മറ്റു ഭാഗങ്ങളും നമ്മൾക്കടക്കം വലിയ തരത്തിലുള്ള ഭീതി ഉണ്ടാക്കുന്നതാണ്. അത്യന്തം അപകടകരമായ ഒരു ടെറൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. മണ്ണ് വിട്ടു നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം, കല്ലിളകിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. മുകളിലത്തെ തട്ടിൽ നിന്ന് വലിയ പാറക്കഷ്ണങ്ങളുണ്ട്, വലിയ ലൈൻ കമ്പികളുണ്ട്. ഇവിടെ KV ലൈൻ പോയിരുന്നൊരു ഭാഗം പ്രേക്ഷകർക്ക് കാണാം. ആ ഭാഗത്തുനിന്ന് മുഴുവനായും ഈ മണ്ണ് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ നിന്നുണ്ടാവുന്ന ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നാൽ ഈ പുഴയിലേക്ക് പോയി വീണു എന്ന രീതിയിലാണ് സാധാരണ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ തട്ടിലുള്ള മണ്ണ് ഇളകിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. എൻ്റെ ആ വിരൽ നിൽക്കുന്ന ഭാഗത്ത് മണ്ണ് ഇളകിയിരിക്കുകയാണ്. അതായത് 1-2 മണിക്കൂർ ശക്തമായ മഴ പെയ്താൽ ആ മണ്ണ് അതേപടി ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, അതിൻ്റെ തൊട്ട് താഴെയും തൊട്ടു വശത്തുമായി വലിയ നീർച്ചാലുകളും പ്രേക്ഷകർക്ക് കാണാം. ഇതേപോലെ മണ്ണ് ഇളകിയിരിക്കുന്ന നീർച്ചാലുകൾ ഏറെയുള്ള ഒരു മണ്ണ് മാത്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മലയടിവാരമാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഒരു ഉൾക്കനവുമില്ലാത്ത മണ്ണാണ്. ഈ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ മണ്ണ് ഇളകി വന്നിരിക്കുന്ന ഭാഗത്തേക്ക് ആ ക്യാമറ നമുക്ക് ഫോക്കസ് ചെയ്താൽ അവിടെ ആ നീർച്ചാലുകൾ നമുക്ക് എണ്ണിയെടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 നീർച്ചാലുകൾ ആ മണ്ണിനിടയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ നീർച്ചാലുകൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത ജിയോളജിക്കൽ എക്സ്പേർട്സ് നേരത്തെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ദുഷ്കരമാകും എന്നറിയിച്ചിരുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ വളരെ കടുത്ത മഴയായിരുന്നു, അതിതീവ്ര മഴയായിരുന്നു ഈ പ്രദേശത്ത് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നിപ്പോൾ 3 മണിക്കൂറായി മഴ മാറി നിൽക്കുന്നു. അതൊരു ശുഭസൂചനയായി കണക്കാക്കാമെങ്കിൽ രഞ്ജിത്തിനെ ജീവനോടെ തിരിച്ചു പിടിക്കാനുള്ള നമ്മളുടെ ശ്രമത്തിന് അന്തരീക്ഷവും കാലാവസ്ഥയും അനുകൂലമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാ ക്യാമറകളും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഹിറ്റാച്ചി മെഷീൻ്റെ മാന്ത്രിക വിരലുകളിലേക്കാണ്. ജീവൻ്റെ തുടിപ്പ് തൊട്ടറിയാൻ ഈ മെഷീൻ്റെ ഈ യാന്ത്രിക വിരലുകൾക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അർജുനെ നമുക്ക് തിരികെ ജീവനോടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ 5 ദിവസങ്ങളായി നടത്തുന്ന തുടർച്ചയായിട്ടുള്ള തത്സമയ സംപ്രേഷണം, തുടർച്ചയായി സർക്കാരിനെ ബന്ധപ്പെടുന്നത്, SP യെ ബന്ധപ്പെടുന്നത്, MLA ബന്ധപ്പെടുന്നത്, ഒടുവിൽ സതീഷ് സെയിലുമായി ഇന്നലെ നമുക്ക് ഒരു ആശയവിനിമയത്തിൻ്റെ പാത തുറന്നു കിട്ടുന്നത്. റിപ്പോർട്ടർ ഇന്നലെ തുടർച്ചയായി സതീഷ് സെയിലുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് കരസേനയുടെ സാന്നിധ്യം അദ്ദേഹം അറിയിച്ചത്. ഇന്നുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയത്. ഇന്ന് പുലർച്ചെ ഇത്രയും സമയമായിട്ടും ജില്ലാ ഭരണാധികാരികൾ ഇവിടേക്ക് എത്താത്തതിലുമുള്ള അമർഷം നേരത്തെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. ഇതും നമ്മൾ MLA യുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവരുടെ അനുഭവ പരിചയക്കുറവ് എന്ന ഒരു വിശദീകരണമാണ് MLA നൽകിയിരിക്കുന്നത്.